അധ്യാപകന്റെ കൈവെട്ടി കേസിൽ തമിഴ്നാട്ടിലും ഒളിവിൽ കഴിഞ്ഞതായി പ്രതി സവാദിന്റെ മൊഴി. തമിഴ്നാട് ദിണ്ടിഗലിലാണ് 2 വർഷത്തോളം സവാദ് ഒളിവിൽ കഴിഞ്ഞത്. എന്നെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി ഒളിത്താവളങ്ങൾ വെളിപ്പെടുത്തിയത്. ഈ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പും പൂർത്തിയാക്കി. 2010 ജൂലൈ 4-നായിരുന്നു ചോദ്യപേപ്പറിൽ മതനിന്നാരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി സവാദിന്റെ നേതൃത്വത്തിൽ വെട്ടിമാറ്റിയത്. കൃത്യത്തിന് ശേഷം ആദ്യം ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിൽ തമിഴ്നാടുമുണ്ടെന്ന് പിടിയിലായ ഉടൻ നടത്തിയ ചോദ്യം ചെയ്യലിൽ സവാദ് വെളിപ്പെടുത്തിയിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിലാണ് തമിഴ്നാട് ദിണ്ടിഗലിലാണ് ഒളിവിൽ കഴിഞ്ഞതെന്നും എസ്റ്റേറ്റ് മേഖലകളിലും മലയോര ഭാഗങ്ങളിലുമെല്ലാം 2 വർഷം കഴിഞ്ഞതായും സവാദ് മൊഴി നൽകിയത്. ഈ ഭാഗങ്ങളിൽ സവാദിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. കേസിൽ പിന്നീട് അറസ്റ്റിലായി ശിക്ഷിക്കപ്പെട്ട MK നാസർ തനിക്കൊപ്പം ദിണ്ടിഗലിൽ ഒളിവിൽ കഴിഞ്ഞതായി സവാദ് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. മഴ കൊണ്ട് കൈപ്പത്തി വെട്ടിമാറ്റിയത് സവാദായിരുന്നു. തുടർന്ന് ആലുവയിൽ നിന്ന് ബംഗളൂരിലേക്ക് കടന്നതായിരുന്നു ആദ്യം കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. വിദേശത്തും ഒളിവിൽ കഴിഞ്ഞതായ വിവരമുണ്ടെങ്കിലും ചോദ്യം ചെയ്യലിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. 10 ദിവസത്തെ കസ്റ്റഡി പൂർത്തിയായ സവാദിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനൊരുങ്ങുകയാണ് NIA. സവാദിന്റെ റിമാൻഡ് ഫെബ്രുവരി 16 വരെ നീട്ടിയിട്ടുണ്ട്. ജനം, കൊച്ചി.